ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതും ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സിമ്പിളായിട്ടൊരു ഓണം സ്പെഷ്യൽ കാർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പേപ്പറാണ്. ചാർട്ട് പേപ്പർ എടുക്കായിരിക്കും കൂടുതൽ നല്ലത്, കട്ടിയുള്ള പേപ്പർ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ A4 ഷീറ്റ് പേപ്പറാണ് കേട്ടോ. അത് നമ്മൾ നേരെ ഹാഫാക്കി മടക്കുകയാണ്. ഇനി ഇവിടെയായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് വെക്കാനായിട്ട് വേറൊരു കളർ പേപ്പർ വേണം. അപ്പം അതും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് ഇതേപോലെയാണ്. ഞാൻ മുന്നും ഒരുപാട് പറഞ്ഞിട്ടുള്ള കാരണം വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഇതേപോലെ ഒരു 4-5 ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ മാലമുത്തോ പേളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്ത് ഒന്നും കൂടി ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ലീഫും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഭംഗിയാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റോൺ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുന്നേ ഞാൻ കുറേ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ് ഇത് എവിടെ നിന്ന് കിട്ടാന്നൊക്കെ. ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ, സ്റ്റേഷനറി കടകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. മെയിനായിട്ടും ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്നാണ് നമുക്കിത് കിട്ടുക. പിന്നെ ഇതിന് 20 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പാക്കറ്റിന്. അപ്പം ഞാൻ എന്താ ഇതേപോലെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് മാലമുത്തുകളോ പേളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചാലും മതി കേട്ടോ. ഇതൊന്നും നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാനേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വിഷസ് എഴുതണം. ഇനി ഇതിൻ്റെ ഉൾഭാഗത്താണ് എഴുതാൻ പോകുന്നത്. നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെൻറ്റൻസുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതാം. പടം വരയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ പടമൊക്കെ നല്ല ഭംഗിയിൽ വരച്ചു കൊടുത്ത് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതേപോലെയൊക്കെ വരച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൂക്കൾ അവിടെ ഇവിടെയായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനും നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, അവരതേപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ കാർഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതേപോലെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വിഷ് ചെയ്യുക. പിന്നെ ഇപ്രാവശ്യം ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് തന്നെ ഓണം ആഘോഷിക്കുക. അടുത്ത കൊല്ലം എല്ലാം മാറി നല്ലൊരു ഓണം ആവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.